ഇസ്രയേലിനെ സംബന്ധിച്ച് തലവേദന ഒന്നൊഴിയുമ്പോൾ മറ്റൊന്ന് വരുന്നു എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. തൊട്ട അടുത്ത രാജ്യമായ സിറിയയിൽ അവിടുത്തെ ഭരണകൂടത്തെ മറിച്ചിട്ടുകൊണ്ട് വിമതന്മാർ അല്ലെങ്കിൽ ഭീകര ഗ്രൂപ്പുകൾ അവിടെ ഭരണം പിടിക്കാൻ നീക്കം നടത്തുന്നു. റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ സിറിയയിൽ തലങ്ങും വിലങ്ങും ബോംബുകൾ ഇടുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇസ്രയേലിന് തലവേദന സൃഷ്ടിച്ചുകൊണ്ട് ഇറാൻ്റെ മിലീഷ്യൻസ് ഗ്രൂപ്പുകൾ ഇറാഖിൽ നിന്ന് ഒറ്റ രാത്രി കൊണ്ട് സിറിയയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇസ്രയേലിനെ സംബന്ധിച്ച് ഇസ്രയേലിന് ഇടയ്ക്കിടയ്ക്ക് തലവേദന സൃഷ്ടിക്കുന്ന അപകടകാരികളായ ഗ്രൂപ്പുകളാണ് എത്തിയിട്ടുള്ളത്. ഹഷത്ത് അൽ ഷാബി, ഇറാഖിലെ ഖത്യാബ് ഹിസ്ബുള്ള, ഫത്തേ മിയൂൺ തുടങ്ങിയ പ്രധാനപ്പെട്ട ഭീകര സംഘടനകളെല്ലാം ഇപ്പോൾ സിറിയയിൽ എത്തിയിട്ടുണ്ട്. ഇവരുടെ ലക്ഷ്യം ഇപ്പോൾ സിറിയയിൽ ഭരണം നടത്തുന്ന ഭരണകൂടത്തെ നിലനിർത്തുകയും ഒപ്പം ആ ഭരണം പിടിക്കാൻ ശ്രമിക്കുന്ന ഭീകരന്മാരെ ഒതുക്കുകയുമാണ്. പക്ഷേ അവിടം കൊണ്ട് ഈ പ്രശ്നങ്ങൾ തീരില്ല എന്ന് ഇസ്രയേൽ കരുതുന്നു. കാരണം ഈ അവിടുത്തെ ആ ഒരു പ്രശ്നത്തിന് ഒരു കുറച്ചൊക്കെ പരിഹാരമായി കഴിഞ്ഞാൽ ഇവിടെ എത്തിയിട്ടുള്ള, അതായത് സിറിയയിൽ എത്തിയിട്ടുള്ള മിലീഷ്യൻസ് ഗ്രൂപ്പുകളുടെ അടുത്ത ലക്ഷ്യം ഇസ്രയേലാകും. കാരണം അവർക്ക് കുറച്ചുകൂടി അടുത്ത് നിന്ന് ഇസ്രയേലിനെ അറ്റാക്ക് ചെയ്യാനൊരു ശ്രമം അവർ നടത്തിയേക്കും. നിലവിൽ ഇറാഖിൽ നിന്ന് പോലും ഡ്രോണുകളും മിസൈലും മറ്റും ഉപയോഗിച്ച് ഇറാഖിനെ ഇടയ്ക്കിടയ്ക്ക് അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതി ഈ ഇറാൻ്റെ പ്രോക്സികൾ, ഇറാഖിൽ വർക്ക് ചെയ്യുന്ന ഈ പറയുന്ന പ്രോക്സികൾക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രയേൽ അതീവ ജാഗ്രതയിലാണ് അയൽ രാജ്യത്തെ യുദ്ധത്തിൽ. ന്യൂസ് ഡെസ്ക്.